ഞാൻ ഷെഫൊന്നുമല്ല, എങ്കിലും എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം, അടിപൊളിയാണ്. ഹായ് ഗൈസ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ ഫുഡ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊല്ലം റമീസ് റെസ്റ്റോറൻറ്റിലെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്രീൻ സലാഡും ഉണ്ട് കേട്ടോ. ഷെസ്വാൻ ഫ്രൈഡ് റൈസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എന്താ പറയണ്ടേ, പാഴ്സൽ പാക്കറ്റ് കേട്ടോ. ഇത്രയുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഷെസ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ഗ്രീൻ സലാഡിന് 80 രൂപ. പിന്നെ GST ഉൾപ്പെടെ ടോട്ടൽ 297 രൂപ കേട്ടോ. അപ്പോൾ 297 രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഷെസ്വാൻ ഫ്രൈഡ് റൈസ്. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ടേപ്പൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇതാണ് ഐറ്റം. ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റൈസൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് കഴിച്ചേർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് നോക്കൂ, നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ട്. 2 പേർക്ക് കഴിക്കാം, ഒരെണ്ണം വാങ്ങിയ. ഗൈസ്, ഇത് ഞാൻ സോസ് ഇല്ലാതാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത്. ഇനി നമുക്ക് സോസ് ഒഴിച്ചിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് സോസൊന്നും ഒഴിച്ച് കഴിക്കണ്ട. ആവശ്യത്തിന് നല്ല മസാലയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഓൾറെഡി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സൈഡിൽ നിന്നാണല്ലോ ഉണങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ റൈസ്. അപ്പോൾ ഗൈസ്, ഇതിനു മുമ്പ് നോർമൽ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. സാധനം കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ റമീസ് റെസ്റ്റോറൻറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കിക്കൂ. കൊള്ളാം, നല്ല സാധനം. അപ്പോൾ ഗൈസ്, ഷെസ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ സലാഡും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കിത് ഫുള്ള് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ സലാഡും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതിൽ കുറച്ച് ലെമൺ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഗൈസ്, ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല. ഞാൻ നമ്മുടെ ലേത്തോസ് ലീഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് സാധനമാണെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ നോർമൽ സലാഡാണ് കേട്ടോ. ഇതെൻ്റെ കുഴപ്പമാണ്, ഞാൻ പ്രതീക്ഷിച്ച ഐറ്റം അല്ല. ഒനിയനുണ്ട്, കുക്കുംബറുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട് കേട്ടോ, ക്യാരറ്റും ഉണ്ട്. ഇത്രയാണ് ഗ്രീൻ സലാഡിൽ വരുന്നത്. ഇത് എൻ്റെ മിസ്റ്റേക്കാണ്, അവരുടെ മിസ്റ്റേക്ക് അല്ല. ഞാൻ ലേത്തോസ് ലീഫൊക്കെ പ്രതീക്ഷിച്ചു, അതൊന്നുമില്ല കേട്ടോ. ഫ്രഷ് വെജിറ്റബിൾസ്, അത്രേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇടയ്ക്കൊക്കെ സലാഡ് കഴിക്കുക. സലാഡ് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ.
അപ്പോൾ നമ്മളിനി പലതരം വെറൈറ്റി സലാഡുകൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചൂട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രൈഡ് റൈസ് നമ്മൾ കഴിച്ചു തീർക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഒരു വകയ്ക്ക് കൊള്ളത്തില്ല, അമ്മാതിരി ആയിട്ടായി പോകും ഡ്രൈ ആയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചൂട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കൊല്ലത്ത് ഏറ്റവും നല്ല ഫ്രൈഡ് റൈസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് റമീസിൽ പോയ സമയത്ത് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് മേടിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് കഴിച്ച് നോക്കിയിട്ടില്ല കിട്ടിയ സാധനം. നമ്മുടെ നോർമൽ ഫ്രൈഡ് റൈസാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കുന്നത്, അതും അല്ലെങ്കിൽ മിക്സഡ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഷെസ്വാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു അത്യാവശ്യം സ്പൈസിയാണ്, ഒരു വെറൈറ്റി ഒരു മസാല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൊല്ലം റമീസ് റെസ്റ്റോറൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കിയോ, അടിപൊളിയാണ്, നൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൊല്ലത്ത് ഇഷ്ടപ്പെട്ട നല്ല ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം തുടർന്നും നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ, അടുത്ത വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ. ഞാനിത് ഫിനിഷ് ചെയ്യട്ടോ കേട്ടോ, കുറേ അധികം ഉണ്ട്, ഇത് തീരുമെന്ന് തോന്നുന്നില്ല.